ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു മാക്സി ഡ്രസ്സ് തയ്ച്ചെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ റയോണിൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 148 രൂപയാണ് മീറ്റർ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 4 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം കളറിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ് 2 മീറ്ററുള്ളൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് മെഷർമെൻറ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി എടുക്കുന്നത് ലൈനിങ്ങിലാണ്. ലൈനിങ് 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ വി നെക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് 4.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം ആമഹോളാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആമഹോൾ എടുത്തിട്ടുണ്ടായിരുന്നത് 7.5 ആണ് കേട്ടോ. ഞാനൊക്കെ ഇവിടെ സൈഡിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയൊക്കെയാണ് അളവ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സൈഡിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ ഞാൻ 8.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേറെ ഒരു 3 ഇഞ്ചും കൂടെ ഒക്കെ കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത്യാവശ്യം വീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു വള്ളി കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു അടയാളപ്പെടുത്തി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, താഴ് ഭാഗം വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 41 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ ലെങ്ത്തായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 53 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു ഫ്രില്ലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ പീസിൽ ഞാൻ ശരിക്ക് കാണിക്കാം കേട്ടോ എങ്ങനെയൊക്കെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റായി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 5 ഇഞ്ചിൽ വി നെക്കാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം ബാക്ക് നെക്കും കൂടെ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ലൈനിങ്ങിൽ മാത്രമാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ പീസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണില്ല. ബാക്ക് നെക്കും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. വിഡ്ത്തും 3 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. റൗണ്ട് നെക്കായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ലൈനിങ് ഇപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. മെയിൻ പീസ് 4 മീറ്റർ മെറ്റീരിയലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീതി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഫുള്ളായിട്ട് മടക്കിയിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 മീറ്റർ മെറ്റീരിയൽ ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ മെയിൻ പീസിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രില്ലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ചിലാണ് കേട്ടോ. ഞാൻ 10 ഇഞ്ച് ലെങ്ത്തിലാണ് ആ ഒരു ഫ്രില്ല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 4 മീറ്ററും ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 10 ഇഞ്ചും ആണ് കേട്ടോ. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഈ ഒരു പീസാണ് നമ്മൾ താഴ്ഭാഗത്ത് ഫ്രില്ല് കൊടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ഫ്രില്ല് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് അത്യാവശ്യം വിഡ്ത്തിൽ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ കിട്ടുക. ഇനി നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തല്ലോ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ മെറ്റീരിയൽ മടക്കിയെടുക്കുന്നത്. രണ്ടായിട്ട് മടക്കി അതിന് ശേഷം നമ്മൾ നീളം വരുന്ന ഭാഗത്തിൽ
ഒന്നും കൂടെ മടക്കി 4ആയിട്ട് മടക്കിയെടുത്തു. നീളം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് മെയിൻ പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കണില്ല, ആമ ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. നമ്മൾ 10 ഇഞ്ചിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തല്ലോ, ആ ഒരു 10 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് 54 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 10 ഇഞ്ചിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ആ ഒരു 10 ഇഞ്ച് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് അത് കുറച്ചിട്ട് നമുക്ക് ഇനി ഈ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് കൊടുക്കേണ്ടത് 45 ആണ് കേട്ടോ കൊടുക്കേണ്ടത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമ്മൾ കട്ട് ചെയ്തത് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഒരു ലൈനിങ് പീസ് ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വന്നിട്ടുണ്ടായിരുന്നത് 41 ആണ് ലൈനിങ് പീസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അതിൻ്റെ ബാക്കിയും കൂടെ 45 ആണ് നമുക്ക് ഈ ഒരു മെയിൻ പീസിൽ ലെങ്ത്ത് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 45 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് നോക്കാം. ഞാൻ 4ആയിട്ടൊരു പീസ് ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 17 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തും ആ ഒരു 17 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 19.5 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് 4.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്ലീവിന് വരച്ചു കൊടുക്കണ പോലെ നമുക്കൊരു കർവ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത ടൈമിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് എൻഡിലും ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ആ ഒരു താഴ്ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് വിടുത്തായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ചും കൂടെ ആ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മേൽഭാഗത്ത് നമ്മൾ 17 ഇഞ്ചും താഴ്ഭാഗത്ത് നമ്മൾ 15 ഇഞ്ചും ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു കട്ടിങ്ങിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടൈമിലാണ് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് മെയിൻ പീസിൻ്റെ മുകളിൽ നല്ല ഭാഗവും പാടെ ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചിട്ട് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി.
നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ലൈനിങ് മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ച് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം കൂടെ ഒരുമിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് വെക്കുക. അതിൻ്റെ ലൈനിങ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിതുപോലെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം ആ ലൈനിങ് അതിൻ്റെ മുകളിലാക്കി വെക്കുക കേട്ടോ. നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് മറിച്ചിട്ട് പതിച്ചടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് നെക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്ത ടൈമിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മുടെ ഷോൾഡറിൻ്റെ പാർട്ടും സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. ആ ഒരു ഫ്രില്ല് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രില്ലിന് വേണ്ടിയിട്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു എൻഡിൽ നിന്ന് രണ്ട് ഭാഗത്തും കൂടെ നമ്മൾ 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 8 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപോലെ ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഓരോ മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ എൻഡിൽ നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കണം. നമ്മൾ 2 ഇഞ്ചിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ട് വെച്ചിട്ട് നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് മറിച്ചിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു മടക്കിലായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു എക്സ്ട്രാ പീസ് വെച്ചല്ലോ അതിൻ്റെ ലെങ്ത്തും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ വെക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഞാൻ കട്ട് ചെയ്ത ടൈമിൽ അത് ശ്രദ്ധയിൽ വിട്ടു പോയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ, ഇതിൻ്റെ എൻഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വേറൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 2 സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈപ്പ് ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 8.5ലാണ് ഇലാസ്റ്റിക് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതിൻ്റെ എൻഡിലായിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് കൊടുക്കട്ടോ. അത്യാവശ്യം 2-3 സ്റ്റിച്ച് കൊടുക്കുക, എലാസ്റ്റിക് പോരാത്ത വിധം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ എൻഡ് മുതൽ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ്ങും മെയിൻ പീസും പാട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
നമ്മളൊരു എന്താ ചെസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ്, ഇപ്പോൾ ഞാൻ ഈ കൈ പിടിച്ച അത്ര ഭാഗം മാത്രമാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്ര ഭാഗം ബാക്കി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പീസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് എന്ത് ചെയ്യണം, ഫ്രില്ലിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ, ആ പീസിലും സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കട്ടിങ് ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു മുട്ടുസൂചി എന്തെങ്കിലും വെക്കുക, എന്നിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഫ്രില്ല് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പീസ് നമ്മൾ ആ ഒരു ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ 4 സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പം വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിനി ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം കാണാം. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വള്ളി കെട്ടിക്കൊടുക്കണം. നമ്മൾ അത്യാവശ്യം വീതിയിലാണ് ഈ ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വള്ളി കെട്ടിക്കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ എൻഡും കൂടെ ഒന്ന് മടക്കി അടിച്ചുകൂടെ കൊടുക്കണം കേട്ടോ. സെൻറ്ററിൽ കൊടുക്കാനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ തന്നെ 16 ഇഞ്ച് ലെങ്ത്തിലും ആണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വയറിൻ്റെ ആ ഭാഗത്ത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വള്ളിയുടെ എൻഡിലായിട്ട് ഞാനൊന്ന് ചെരിച്ചിട്ട് ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ചിലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നോർമലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ മറിച്ചിട്ട് നല്ല ഭാഗം ഉള്ളിലാവുന്ന വിധത്തിലാണ് കേട്ടോ ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ ബാക്കി വന്ന പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മറിച്ചിട്ട് എടുക്കണം കേട്ടോ. ഞാൻ മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ മറിച്ചിട്ടെടുക്കണം കേട്ടോ. മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.